വെൽക്കം ബാക്ക് ടു വിദ്യാനദി. അടുത്ത നവോത്ഥാന നായകൻ അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയെ കുറിച്ചാണ് അടുത്ത ഈ ക്ലാസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അയ്യങ്കാളി. അയ്യങ്കാളി 1863 ഓഗസ്റ്റ് 28 തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ ജനിച്ചു. അയ്യങ്കാളി 1863 ഓഗസ്റ്റ് 28 തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ ജനിച്ചു. പിതാവ് അയ്യൻ, മാതാവ് മാല. ചെറുപ്പകാലത്തെ പേര് കാളി. 1863 ഓഗസ്റ്റ് 28 തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ ജനിച്ചു. പിതാവ് അയ്യൻ, മാതാവ് മാല. ചെറുപ്പകാലത്തെ പേര് കാളി. ആധുനിക ദളിതരുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത ആദ്യ ദളിതൻ. ആപ്തവാക്യം. അദ്ദേഹത്തിൻ്റെ ആപ്തവാക്യമാണ് വിദ്യ കൊണ്ട് ഔചിത്യം നേടുക. 1893 വില്ലുവണ്ടി സമരം നടത്തി. വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുന്നതിന് വേണ്ടിയായിരുന്നു വില്ലുവണ്ടി സമരം. എന്തിനായിരുന്നു? താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ആധുനിക ദളിതരുടെ പിതാവെന്നറിയപ്പെടുന്നു. ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത ആദ്യ ദളിതൻ. ആപ്തവാക്യം വിദ്യ കൊണ്ട് ഔചിത്യം നേടുക. 1893 വില്ലുവണ്ടി സമരം. വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുന്നതിന് വേണ്ടിയായിരുന്നു വില്ലുവണ്ടി സമരം നടത്തിയത്. 1938 സാധുജന പരിപാലന സംഘം തുടങ്ങി. താഴ്ന്ന ജാതിപ്പെട്ട ആളുകളുടെ വിദ്യാഭ്യാസ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി സാധുജന പരിപാലന സംഘം 1938 തുടങ്ങി. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. പല പ്രീവിയസ് ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ടായിരുന്നു. 1938 സാധുജന പരിപാലന സംഘം താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളുടെ വിദ്യാഭ്യാസ അവകാശം സംരക്ഷിക്കുന്നതിന്. 1907 സാധുജന പരിപാലന സംഘം 1907 സാധുജന പരിപാലന സംഘം താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളുടെ സാമ്പത്തികവും സാമുദായികവുമായ ഉന്നമനത്തിനു വേണ്ടി. അപ്പം 1938 സാധുജന പരിപാലന സംഘം താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളുടെ വിദ്യാഭ്യാസ അവകാശം സംരക്ഷിക്കുന്നതിനും 1907 സാധുജന പരിപാലന സംഘം താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളുടെ സാമ്പത്തികവും സാമുദായികവുമായ ഉന്നമനത്തിനു വേണ്ടി. അദ്ദേഹത്തിൻ്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി. 1912 ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടി. 1915 കല്ലുമാല സമരം അഥവാ പെരുന്നാട് ലഹള നടന്നു. 1915 കർഷക സമരം. 90-ാം ആണ്ട് സമരം കൊല്ലവർഷം 1990 നടന്നതുകൊണ്ട്. കർഷക സമരം 1915. 1937 ഗാന്ധിജി അയ്യങ്കാളിയെ സന്ദർശിച്ചു. അദ്ദേഹത്തെ പുലയ മഹാരാജാവെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. 1941 ജൂൺ 18 അന്തരിച്ചു. സ്മാരകം വെങ്ങാനൂരിൽ ചിത്രകൂടം. 1980 അയ്യങ്കാളിയുടെ പ്രതിമ ഇന്ദിരാഗാന്ധി ആലേഖനം ചെയ്തു. സ്ഥലം വെള്ളയാമ്പലത്ത് അയ്യങ്കാളിയുടെ പ്രതിമ ഇന്ദിരാഗാന്ധി ആലേഖനം ചെയ്തു. 1912 ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടി. 1915 കല്ലുമാല സമരം. 1915 കർഷക സമരം. 1937 ഗാന്ധിജി അയ്യങ്കാളിയെ സന്ദർശിച്ചു. പുലയ രാജാവെന്ന് വിശേഷിപ്പിച്ചു. 1941 ജൂൺ 18 അന്തരിച്ചു. സ്മാരകം വെങ്ങാനൂർ ചിത്രകൂടം. 1980 ഇന്ദിരാഗാന്ധി അയ്യങ്കാളിയുടെ പ്രതിമ ആലേഖനം ചെയ്തു. സ്ഥലം വെള്ളയാമ്പലം.
ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചു. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചു. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചു. 2002 ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. 2002 ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. 2010 കേരള സർക്കാർ നഗരപ്രദേശത്തെ തൊഴിലുറപ്പ് പദ്ധതിക്ക് അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെൻറ്റ് ഗ്രാൻറ്റി സ്കീം എന്ന പേര് നൽകി. കേരള സർക്കാർ നഗരപ്രദേശത്തെ തൊഴിലുറപ്പ് പദ്ധതിക്ക് അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെൻറ്റ് ഗ്രാൻറ്റി സ്കീം എന്ന പേര് നൽകി. SC/ST കോർപ്പറേഷൻ്റെ ആസ്ഥാനം അയ്യങ്കാളി ഭവൻ, തൃശ്ശൂർ. SC/ST കോർപ്പറേഷൻ്റെ ആസ്ഥാനം അയ്യങ്കാളി ഭവൻ, തൃശ്ശൂർ. ഇന്ത്യയുടെ ആദ്യ ദളിത് പത്രം സാധുജന പരിപാലിനി. ഇന്ത്യയിലെ ആദ്യ ദളിത് പത്രം സാധുജന പരിപാലിനി. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചു. 2002 ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. 2010 കേരള സർക്കാർ നഗരപ്രദേശത്തെ തൊഴിലുറപ്പ് പദ്ധതിക്ക് അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെൻറ്റ് ഗ്രാൻറ്റി സ്കീം എന്ന പേര് നൽകി. SC/ST കോർപ്പറേഷൻ്റെ ആസ്ഥാനം അയ്യങ്കാളി ഭവൻ, തൃശ്ശൂർ. ഇന്ത്യയിലെ ആദ്യ ദളിത് പത്രം സാധുജന പരിപാലിനി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഞാനിടുന്ന നോട്ടല്ലാതെ വേറെ ഏതെങ്കിലും നോട്ടുകളൊക്കെയാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം. ഇനി മുതൽ കറണ്ട് അഫയേഴ്സ് ഇട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ ഞാൻ ഒരു ദിവസം നമുക്കിടുന്നതിനൊരു ഇതുണ്ടല്ലോ, അപ്പോൾ ലെങ്തി വീഡിയോ ആവും. നോക്കട്ടെ, ചിലപ്പം 2-3 എണ്ണം ഒരുമിച്ചാക്കിയിട്ട് ഞാനിടും. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ നോട്ട് ഭയങ്കര സ്ലോ ആയിപ്പോവും. അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ 2 വീഡിയോ ഒന്നാക്കുവാണേ. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നോട്ട് എവിടെ എത്തില്ല. ഇതിപ്പോൾ 41 പേരുണ്ട്. 41 ദിവസം ഓരോരുത്തരുടെ ഇട്ടുകൊണ്ടിരുന്ന നോട്ട് എവിടെ എത്തില്ല. ഞാൻ ആദ്യം ഓരോന്നായിട്ട് ഇടാമെന്ന്. പക്ഷെ ഞാൻ ചിലപ്പോൾ ഒരാളായിരിക്കും, പക്ഷെ ഇപ്പോൾ 2 ഇട്ട് അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ അടുത്തയാൾ ചട്ടമ്പി സ്വാമികൾ. ഇതിൽ തന്നെ 2 ഉണ്ട്. ചട്ടമ്പി സ്വാമികളും ഉണ്ട്, അയ്യങ്കാളിയുണ്ട്. 1853 ഓഗസ്റ്റ് 25 തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂല കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് 1853 ഓഗസ്റ്റ് 25 തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂല കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു. ഓഗസ്റ്റ് 25 ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നു. ഓഗസ്റ്റ് 25 ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നു. ചെറുപ്പകാലത്തെ പേര് കുഞ്ഞൻപിള്ള. ചെറുപ്പകാലത്തെ പേര് കുഞ്ഞൻപിള്ള. യഥാർത്ഥ നാമം അയ്യപ്പൻ. യഥാർത്ഥ നാമം അയ്യപ്പൻ. ക്ലാസ് ലീഡർ എന്ന അർത്ഥത്തിൽ ചട്ടമ്പി എന്ന് വിളിച്ചു. ക്ലാസ് ലീഡർ എന്ന അർത്ഥത്തിൽ ചട്ടമ്പി എന്ന് വിളിച്ചു. മറ്റു വിശേഷണങ്ങൾ: ഷൺമുഖദാസൻ, സർവവിദ്യാധിരാജൻ, ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ. മറ്റു വിശേഷണങ്ങൾ: ഷൺമുഖദാസൻ, സർവവിദ്യാധിരാജൻ, ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ. അപ്പോൾ 1853 ഓഗസ്റ്റ് 25 തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂല കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു. ഓഗസ്റ്റ് 25 ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നു. ചെറുപ്പകാലത്തെ പേര് കുഞ്ഞൻപിള്ള. യഥാർത്ഥ നാമം അയ്യപ്പൻ. ക്ലാസ് ലീഡർ എന്ന അർത്ഥത്തിൽ ചട്ടമ്പി എന്ന് വിളിച്ചു. മറ്റ് വിശേഷണങ്ങൾ: ഷൺമുഖദാസൻ, സർവവിദ്യാധിരാജൻ, ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ. 1924 മെയ് 5 അദ്ദേഹം അന്തരിക്കുന്നത്. 1924 മെയ് 5 അദ്ദേഹം അന്തരിക്കുന്നത്. കാഷായം ധരിക്കാത്ത സന്യാസി, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നിങ്ങനെ അറിയപ്പെടുന്നു. കാഷായം ധരിക്കാത്ത സന്യാസി, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നിങ്ങനെ അറിയപ്പെടുന്നു. ജ്ഞാനോദയം വടിവീശ്വരം, തമിഴ്നാട്. ജ്ഞാനോദയം വടിവീശ്വരം, തമിഴ്നാട്. 1882 ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടി. 1882 ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടി. 1892 സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടി. 1892 സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടി. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടുവെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ചട്ടമ്പി സ്വാമികളെക്കുറിച്ച്.
മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് ചട്ടമ്പിസ്വാമികൾ പറഞ്ഞതിനെക്കുറിച്ച് വിവേകാനന്ദൻ പറഞ്ഞത്. അവർണർക്കും വേദം പഠിക്കാമെന്ന് സ്ഥാപിച്ച ചട്ടമ്പിസ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവർണർക്കും വേദം പഠിക്കാമെന്ന് സ്ഥാപിച്ച ചട്ടമ്പിസ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. അപ്പോൾ കാഷായം ധരിക്കാത്ത സന്യാസി, കാവിയും കമണ്ഡലവുമില്ലാത്ത സന്യാസി, ജ്ഞാനോദയം, വടിവീശ്വരം, തമിഴ്നാട്. 1882 ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടി. 1892 സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടി. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടുവെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ചട്ടമ്പിസ്വാമികളെക്കുറിച്ച്. അവർണർക്കും വേദം പഠിക്കാം എന്ന് സ്ഥാപിച്ച ചട്ടമ്പിസ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണത്തെക്കുറിച്ച് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് തീ പോലത്തെ വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം. വേദാധി നിരൂപണത്തെക്കുറിച്ച് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ വാക്കുകൾ തീ പോലത്തെ വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം. ചട്ടമ്പിസ്വാമികളുടെ ശിഷ്യനാണ് ബോധേശ്വരൻ. സുഗതകുമാരിയുടെ അച്ഛനായിരുന്നു ബോധേശ്വരൻ. ചട്ടമ്പിസ്വാമികളുടെ ശിഷ്യൻ ബോധേശ്വരൻ. സമാധി മെയ് 5, 1924 മെയ് 5 പത്മന, കൊല്ലം. 1924 മെയ് 5 പത്മന, കൊല്ലം. സമാധി സ്ഥലത്ത് ശിഷ്യന്മാർ പണി കഴിപ്പിച്ച ക്ഷേത്രം ബാലഭട്ടാരക ക്ഷേത്രം. സമാധി സ്ഥലത്ത് ശിഷ്യന്മാർ പണി കഴിപ്പിച്ച ക്ഷേത്രം ബാലഭട്ടാരക ക്ഷേത്രം. സ്വാമി വിവേകാനന്ദന് ചിന്മുദ്ര പഠിപ്പിച്ചത് ചട്ടമ്പിസ്വാമികൾ. സ്വാമി വിവേകാനന്ദന് ചിന്മുദ്ര പഠിപ്പിച്ചത് ചട്ടമ്പിസ്വാമികൾ. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞത് ചട്ടമ്പിസ്വാമികൾ. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ്. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്. സമൂഹത്തിൽ നിലനിന്നിരുന്ന ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്തു. സമൂഹത്തിൽ നിലനിന്നിരുന്ന ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്തു. ഇപ്പോൾ വേദാധി നിരൂപണത്തെക്കുറിച്ച് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് തീ പോലത്തെ വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ബോധേശ്വരൻ. സമാധി 1924 മെയ് 5 പത്മന, കൊല്ലം. സമാധി സ്ഥലത്ത് ശിഷ്യന്മാർ പണി കഴിപ്പിച്ച ക്ഷേത്രം ബാലഭട്ടാരക ക്ഷേത്രം. സ്വാമി വിവേകാനന്ദന് ചിന്മുദ്ര പഠിപ്പിച്ചത് ചട്ടമ്പിസ്വാമികൾ. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞത് ചട്ടമ്പിസ്വാമികൾ. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ്. സമൂഹത്തിൽ നിലനിന്നിരുന്ന ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്ത സാമൂഹിക പരിഷ്കർത്താവ്. ഇദ്ദേഹത്തിൻ്റെ കൃതികളാണ് ആദ്യഭാഷ, പ്രാചീന മലയാളം, കേരളത്തിലെ ദേശനാമങ്ങൾ, അദ്വൈത ചിന്താപദ്ധതി, മോക്ഷപ്രദീപ ഖണ്ഡനം, വേദാന്തസാരം, വേദാധികാര നിരൂപണം. ഇദ്ദേഹത്തിൻ്റെ കൃതികൾ ആദ്യഭാഷ, പ്രാചീന മലയാളം, കേരളത്തിലെ ദേശനാമങ്ങൾ, അദ്വൈത ചിന്താപദ്ധതി, മോക്ഷപ്രദീപ ഖണ്ഡനം, വേദാന്തസാരം, വേദാധികാര നിരൂപണം. അപ്പോൾ ഇത്രയാണ് ചട്ടമ്പിസ്വാമികളെക്കുറിച്ച്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിലിനി എക്സ്ട്രാ പോയിൻറ്റ്സ് എന്തെങ്കിലും ആർക്കെങ്കിലും അറിയാമെങ്കിലോ ഇതുമൊക്കെ ആണെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, നോട്ട് എൻ്റെ കയ്യിലുണ്ട് PDF ആയിട്ട്. ആരെങ്കിലും കമൻ്റായിട്ട് രേഖപ്പെടുത്തുവാണെങ്കിൽ അവർക്ക് ഞാൻ ടെലഗ്രാം വഴിയോ വാട്സപ്പ് വഴിയോ എന്തെങ്കിലും അയച്ചു തരാം. എനിക്ക് വിരോധമൊന്നുമില്ല. എഴുതിയെടുക്കാൻ പറ്റുന്നവർ എഴുതി പഠിക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ഒന്നുകൂടെ നന്നായി പഠിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാനും നിങ്ങൾക്കൊപ്പമാണ് പഠിക്കുന്നത്. ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താങ്ക് യു ഓൾ. എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.